നമുക്കിന്നൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയാലോ. നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ്. വെറും രണ്ടേ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഞാൻ ഈ റെസിപ്പി ഉണ്ടാക്കുന്നത്. നമ്മുടെ റവയുണ്ടല്ലോ, റവയും മുട്ടയും മാത്രം മതി. ഓയിലോ നെയ്യോ ഒന്നും ഇതിനാവശ്യമില്ല. അപ്പോൾ നമുക്ക് ഇത് പാലൊഴിച്ചിട്ടായാലും കറിയുടെ കൂടെ ആയാലും ചിക്കനോ ബീഫോ എന്തായാലും ഫിഷിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന കുറച്ച് നല്ല സോഫ്റ്റായിട്ടുള്ള ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. തേങ്ങാപ്പാൽ ചേർത്തിട്ടായാലും കഴിക്കാനായിട്ട് സൂപ്പറാട്ടോ. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഒരുപാട് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ എടുക്കാം, മാവ് റെഡിയാക്കാം, ചുട്ടെടുക്കാം, അത്രയേ ഉള്ളൂ. എണ്ണയൊന്നും ഒഴിച്ച് ചുടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. അത് വറുത്തതായാലും വറുക്കാത്തതായാലും ഒക്കെ കുഴപ്പമില്ല കേട്ടോ. എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ആ എടുത്ത അതേ കപ്പിൽ 1 കപ്പ് വെള്ളവും പിന്നെ 1/4 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു മുട്ടയും പൊട്ടിച്ചൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക കേട്ടോ. നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക. കണ്ടോ, ഇത്രയും വെള്ളം, അതായത് അര കപ്പ് വെള്ളം എടുത്ത് അതിൻ്റെ 1/4 ഭാഗം ഒഴിച്ച് മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. എന്നിട്ട് നല്ല ഫൈനായിട്ട് അരക്കണം കേട്ടോ. അരച്ചതിന് ശേഷം നമുക്കൊരു വേറൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലതുപോലെ സ്പൂൺ വെച്ചിട്ട് ഒന്ന് കലക്കിയെടുക്കാം കേട്ടോ. ഈ ഒരു വെള്ളത്തിൽ ഈ ഒരു കട്ടി, അതായത് 1 കപ്പ് റവയ്ക്ക് 1.25 കപ്പ് വെള്ളമുണ്ട് എടുത്തേക്കുന്നത്. അത് കറക്റ്റ് അളവാണ്. അപ്പോൾ ഈ ഒരു കട്ടിയിൽ അരച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും ഇത്തിരി ബേക്കിംഗ് സോഡ, അത് നിർബന്ധമൊന്നുമില്ല, ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്താൽ മതി കേട്ടോ. എന്നിട്ട് അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമ്മുടെ ദോശക്കല്ലൊന്ന് ചൂടാവുന്നത് വരെ ഒന്ന് അടച്ച് വെക്കുക. അത്രയേ വേണ്ടൂ, കൂടുതൽ നേരം ഒന്നും റെസ്റ്റ് ചെയ്യാൻ വെക്കണ്ട. ഇത്രയും ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ അതുണ്ടെങ്കിൽ ഒരു നിർബന്ധവുമില്ല, ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ മുട്ട ചേർത്തത് കൊണ്ട് പെട്ടെന്ന് നല്ല സ്പോഞ്ചി ആയിട്ട് വരും. അപ്പോൾ അതും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മുടെ കല്ല് ചൂടാവുന്നത് വരെ ഒന്ന് അടച്ച് വെക്കുക. അപ്പോൾ നമ്മുടെ കല്ല് നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. നമ്മൾ നേരത്തെ നോക്കുന്നതിലും കുറച്ചും കൂടെ കട്ടിയായിട്ടുണ്ട്. കാരണം നമ്മൾ റവയാണല്ലോ, അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ പൊന്തി വരും. ഇരിക്കുന്നതിനനുസരിച്ച് പൊന്തി വരുമല്ലോ റവ, അങ്ങനെയല്ലേ. അപ്പം നല്ല ദോശക്കല്ല് ചൂടായതിന് ശേഷം അതിലേക്ക് ഒഴിക്കുക. നെയ്യൊന്നും പുരട്ടേണ്ട, ഓയിലൊന്നും ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. ഒരു നോൺ സ്റ്റിക്കിൻ്റെ അടുപ്പിലേക്ക് നോൺ സ്റ്റിക്ക് എടുക്കുക. എന്നിട്ട് അടുപ്പിലേക്ക് വെക്കുക. നല്ല ചൂടായ ചട്ടിയിലേക്ക് 1 കയ്യിൽ മാവ് ഒഴിച്ചു കൊടുക്കുക. അത് നന്നായിട്ട് ചൂടും, ഇങ്ങനെ ഒരു ബബിൾസ് പോലെ ഇങ്ങനെ ഹോൾസ് വരും. കണ്ടോ, നമ്മുടെ അടിപൊളി അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഇങ്ങനെ തന്നെ ചുട്ടെടുക്കുക കേട്ടോ. ദോശക്കല്ല് അത്യാവശ്യം ചൂട് വേണം. ചൂടുണ്ടായാലും മാത്രമേ ഈ ഒരു കുഴി ഇങ്ങനെ വരത്തുള്ളൂ. നല്ലതുപോലെ സ്ലിമ്മിലായാലും ആ ഒരു ഇതിൽ വരില്ല, കല്ല് പോലെ ആയിപ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാം നമുക്കിങ്ങനെ ചുട്ടെടുത്തതിന് ശേഷം നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടായാലും ഇറച്ചിക്കറിയുടെ എന്ത് കറിയുടെ കൂടെ ആയാലും നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പം പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. കണ്ടോ, ഈ ഒരു സ്പോഞ്ച് പോലെ കണ്ടോ, അത് പൊങ്ങി വരുന്നതാണ്, ഒരു സ്പോഞ്ച് പരുവത്തിലേക്ക് വരും. അപ്പം സൂപ്പറായിട്ടുള്ള ഈ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പം നമ്മൾ അപ്പമൊക്കെ ഞാനിവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. കണ്ടോ, ഭയങ്കര സോഫ്റ്റായിട്ട് നല്ല സ്പോഞ്ചി ആയിട്ടുള്ള അപ്പം ഉണ്ടോ. അപ്പം നമുക്കിതൊന്ന് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടൊന്ന് കഴിച്ച് നോക്കാം. എനിക്കിത് തേങ്ങാപ്പാൽ ഒഴിച്ച് നമ്മുടെ ഓട്ടടയൊക്കെ കഴിക്കൂലേ, അതുപോലെ ഓട്ടടയുടെ അതേ ഒരു ഇതിൽ തന്നെയാണ് ഇത് വന്നേക്കുന്നത്. അപ്പം കഴിച്ച് നോക്കാം, മറന്നു പോകരുത്. എനിക്കിത് തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിക്കുന്നതാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ കുട്ടികൾക്കായാലും ഇത് തേങ്ങാപ്പാലായിരിക്കും ഇഷ്ടപ്പെടുക. അപ്പോൾ ഒന്ന് കഴിച്ച് നോക്കട്ടെ കേട്ടോ. അപ്പോൾ ഞാനിവിടെ കഴിക്കട്ടെ. നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.